ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ ദുഃഖവെള്ളി പ്രാർത്ഥനകളിൽ പങ്കാളികളായ വിശ്വാസികൾ രാവിലെ പ്രത്യേക മലയാളം കുർബാനയും മലയാളികളുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴിയും സംഘടിപ്പിച്ചു. രാജ്യത്തെ വിശ്വാസികൾക്ക് വിശ്വാസം നേരായ രീതിയിൽ നടത്താൻ സാധിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് എന്ന് പ്രാർത്ഥനകളിൽ പങ്കെടുത്ത ആനി രാജ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഡൽഹിയിൽ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ ഇപ്പോൾ കുരിശിൻ്റെ വഴി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ പീഠാനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ കുരിശുമരണവും എല്ലാം അനുസ്മരിച്ച് അത് ഓർത്തെടുത്ത് വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള കുരിശിൻ്റെ വഴിയാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. രാവിലെ 7:30 ശേഷം തന്നെ ഈ പ്രത്യേക ദിവസങ്ങളിൽ നടക്കുന്ന മലയാളം കുർബാനയുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിരവധി വിശ്വാസികൾ, നൂറുകണക്കിന് വിശ്വാസികൾ, മലയാളികൾ ഇവിടേക്ക് ഈ കുർബാനയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നിരവധി വിശ്വാസികൾ, അത് മലയാളികൾ ഉൾപ്പെടെ നിരവധി ഭാഷകളിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്നു. അതിൽ മലയാളത്തിന് പ്രത്യേകമായി കുർബാനയും പ്രത്യേകമായിട്ട് തന്നെ കുരിശിൻ്റെ വഴിയും എല്ലാം തന്നെയുള്ള ഒരു ദിവസം തന്നെയാണ്, അല്ലെങ്കിൽ എല്ലാ ചടങ്ങുകളും നടക്കുന്ന ദിവസം തന്നെയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ആനി രാജ കൂടി ചേരുന്നുണ്ട്. ഞാൻ 62 വർഷമായി പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന, പള്ളിയിൽ പോകുന്ന, കുർബാനകളിൽ പങ്കെടുക്കുന്നയാളാണ്. ഇത്തവണത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ ഒരുപാട് ആളുകളുടെ നല്ല ഒരു വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസ ആചരണം നടത്താൻ ശരിയായ രീതിയിൽ നടത്തുന്നതിന് സാധിക്കാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നിരവധി ആളുകൾ, ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറയുന്നത് മലയാളികൾ തന്നെയാണ്. ഈ കുർബാന കഴിഞ്ഞ് മലയാളികൾ തന്നെയാണ് ഈ കുരിശിൻ്റെ വഴിയിൽ അണിചേരുന്നത്. ഈ പള്ളി കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ മറ്റു പരിപാടികളെല്ലാം സംഘടിപ്പിക്കുമെന്നുള്ള കാര്യമാണ് പള്ളി അധികൃതരും അറിയിച്ചിട്ടുള്ളത്. ഡൽഹിയിൽ നിന്നും ഷിജു പട്ടുവത്തിനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.